എല്ലാവർക്കും ഒരിക്കൽ കൂടി ഡോണ കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് മാങ്ങ ഇട്ട് തേങ്ങ അരച്ച മീൻ കറിയാണ്. അതിനായിട്ട് ഞാൻ 1/2 കിലോ നന്മീനാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് മീൻ കൊണ്ട് വേണമെങ്കിലും ഈ മീൻ കറി ഉണ്ടാക്കാം. പിന്നെ വേണ്ടിയത് മാങ്ങ ആണ്. ഇത് മീനിൻ്റെ അനുസരിച്ച് നിങ്ങൾ മാങ്ങ എടുക്കുക. പുളിയുള്ള മാങ്ങ എടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. പിന്നെ വേണ്ടിയത് ഞാൻ ഇതിനകത്തൊരു ഇപ്പോൾ ഈ മാങ്ങയ്ക്ക് അത്യാവശ്യം വലിയ പുളിയില്ല. അതിനായിട്ട് ഞാനിട്ടുണ്ട് ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. മാങ്ങയ്ക്ക് പുളി ഇല്ല എങ്കിൽ നിങ്ങൾക്ക് കുടംപുളി യൂസ് ചെയ്യാം. അപ്പോൾ കുടംപുളി എപ്പോൾ യൂസ് ചെയ്യുന്ന കാര്യം നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുവാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാകും. പിന്നെ ഇതിലേക്ക് വേണ്ടിയത് കറിവേപ്പില വേണം. പിന്നെ വേണ്ടിയത് പച്ചമുളക് വേണം. പിന്നെ 2 വെളുത്തുള്ളി വേണം. 2 വെളുത്തുള്ളി മതി, ഒത്തിരി കൂടി പോകരുത്. പിന്നെ ഞാൻ ചെറിയ 5 ചുവന്നുള്ളിയാണ് എടുത്തിരിക്കുന്നത്, കടുക് താളിക്കാനാണ്. പിന്നെ തേങ്ങ വേണം, ഒരു 1/2 മുറി തേങ്ങ ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു കഷ്ണം ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ഇത് മസാലയാക്കിയിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. തേങ്ങ അരയ്ക്കുന്ന സമയത്ത് ഞാൻ പൊടികളുടെ അളവ് പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം തേങ്ങ അരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. 1/2 മുറി തേങ്ങ ഉണ്ട്. ഒരു ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. കാശ്മീരി മുളക് പൊടി ചേർക്കുമ്പോൾ നമ്മുടെ മീനിന് കുറച്ചുകൂടി കളർ ഉണ്ടാകും. അതല്ല എങ്കിൽ നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടി ചേർക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. മല്ലിപ്പൊടി ഒത്തിരി കൂടി പോകരുത്. മല്ലിപ്പൊടിയുടെ ഫ്ലേവർ ഒരുപാട് ഈ മീൻകറിയിൽ കൂടരുത്. അതുകൊണ്ട് 1/2 ടീസ്പൂൺ മതി. ഞാൻ ഒരു 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടെ ചേർക്കുവാണ്. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പിട്ടു. ഇനി ആദ്യം ഇതൊന്ന് നമുക്കൊന്ന് ക്രഷ് ചെയ്തിട്ട് വരാം. അതിനുശേഷം വളരെ കുറച്ച് വെള്ളത്തിൽ ഇത് നിങ്ങൾ അരയ്ക്കാവുള്ളൂ. പേസ്റ്റ് പോലെ നമ്മുടെ തേങ്ങ അരയ്ക്കണം, എന്നാലേ നമ്മുടെ കറിക്ക് കുറച്ച് ടേസ്റ്റ് ഉണ്ടാകുകയുള്ളൂ. അല്ലെങ്കിൽ തേങ്ങ അരിഞ്ഞില്ലെങ്കിൽ ഇങ്ങനെ തേങ്ങ പിരിഞ്ഞ പോലെ നമുക്ക് കറി വെക്കുമ്പം കാണാം. അപ്പോൾ ആദ്യം ഞാനിതൊന്ന് എല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തിട്ട് വരാം. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർക്കാൻ പോവാണ്. തേങ്ങ അരിയാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രമേ നിങ്ങൾ ചേർക്കാവുള്ളൂ. ഒരുപാട് വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ തേങ്ങ നന്നായിട്ട് പേസ്റ്റായിട്ട് അരിയത്തില്ല. അപ്പോൾ ഇത് ഞാൻ ഒന്നുകൂടെ അരച്ചിട്ട് വരാം. അപ്പോൾ അതേ നോക്ക്, ഞാൻ തേങ്ങ അരച്ചിട്ടുണ്ട്. കണ്ടോ, ഇത്രയും മതി. ഒരുപാട് വെള്ളം ഇട്ടിട്ട് ഒരു 4 ടീസ്പൂൺ വെള്ളത്തിലാണ് ഞാൻ തേങ്ങ അരച്ചിരിക്കുന്നത്. നമ്മുടെ കാശ്മീരി മുളക് പൊടി ഇട്ടുകൊണ്ടാണ് നമ്മുടെ മീൻ കറിക്ക് ഈ ഒരു കളർ വേണം. അതുകൊണ്ടാണ് ഞാൻ കാശ്മീരി മുളക് പൊടി ഇട്ടത്. ഇനി നമുക്ക് മീൻ കറി വെക്കാൻ തുടങ്ങാം. ഞാനിപ്പോൾ ചട്ടിയിലാണ് കറി വെക്കാൻ പോകുന്നത്. മീൻ കറി ഉണ്ടാക്കുമ്പോൾ ചട്ടി കറി വെക്കുന്നതാണ് കുറച്ചുകൂടി കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ആദ്യം നമ്മുടെ അരപ്പ് ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പം ഞാൻ 1 ഗ്ലാസ് വെള്ളം, ഞാൻ ഈ മിക്സിയുടെ ജാറിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതിനകത്ത് അരപ്പെല്ലാം കൂടെ കഴുകി ഇതിലോട്ട് ഒഴിക്കുവാണ്. വീണ്ടും 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തു. ഇത് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഞാൻ 1 ഗ്ലാസ് കൂടെ വെള്ളം ഒഴിക്കുകയാണ്. അങ്ങനെ 3 ഗ്ലാസ് വെള്ളം ചേർക്കാൻ പോവാണ്. ഇനി ഈ തീ ഞാൻ ഓണാക്കാൻ പോവാണ്. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുവാണ്. ഇപ്പം ഹൈ ഫ്ലെയിമിലാണ് ഞാൻ തീ വെച്ചിരിക്കുന്നത്. ഇതൊന്ന് തിള വന്നതിന് ശേഷം നമുക്ക് തീ കുറച്ചാൽ മതി. നമുക്ക് കറി തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് മീനും തക്കാളിക്കൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ പച്ചമുളക് ഇട്ട് കൊടുക്കുവാണ്. പച്ചമുളക് കീറി ഇടുക, 2ആയിട്ടൊന്ന് കീറി ഇട്ടാൽ മതി. പിന്നെ ഇടേണ്ടത് വെളുത്തുള്ളി. ഇപ്പം നമ്മുടെ കറി തിളയ്ക്കാനായിട്ട് ഒരുങ്ങുവാണ്. ഇപ്പം നമ്മുടെ കറി തിളയ്ക്കുവാണ്. ഞാൻ തീ ലോ ഫ്ലെയിമിൽ ഇടുവാണ്. 2-3 മിനിറ്റ് നമുക്ക് തിളയ്ക്കട്ടെ. മാങ്ങ ഇതുപോലെ ചെറു കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ടാണ് ഇടുന്നത്. മാങ്ങായും തക്കാളിയും കൂടെ ഒന്നിച്ചിടുവാണ്. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടു. ഇനി നമുക്ക് മീൻ ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇനി നമുക്കൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. മീൻ ഇട്ടതിന് ശേഷം ഒരിക്കലും സ്പൂൺ കൊണ്ട് എടുക്കരുത്. ഞാൻ മീൻ കറി വെച്ച സമയത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കാരണം നമ്മുടെ മീൻ പൊടിഞ്ഞു പോകും. മീനൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഈ ഒരു തീരിട്ടിട്ട് ഈ വെള്ളമെല്ലാം പറ്റി നമ്മുടെ കറി ഒന്ന് കുറുകണം. അതിന് ശേഷം നമുക്ക് പുളി നോക്കണം, ഉപ്പ് നോക്കണം. പുളി കുറവാണെങ്കിൽ നമുക്ക് കുടംപുളി ചേർക്കണം.
ഇടയ്ക്ക് നിങ്ങൾ മീൻ ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. അതുകൊണ്ട് അടി കരിഞ്ഞൊക്കെ പിടിക്കും. ഇപ്പം നമ്മുടെ മീൻ ഒരു തിളച്ചിട്ട് ഒരു 5 മിനിറ്റായി. ഞാൻ പുളി ഉണ്ടോയെന്ന് നോക്കട്ടെ. പുളി കുറവാണ്. ഞാൻ 2 കുടംപുളി ഇപ്പം ചേർക്കുവാണ്. പുളി അതായത് മാങ്ങയുടെ പുളി കുറവാണെങ്കിൽ മാത്രം കുടംപുളി ചേർത്താൽ മതി. അത് നോക്കിയിട്ട് നിങ്ങൾ ചേർത്താൽ മതി. ഒത്തിരി മാങ്ങയുടെ പുളിയും പിന്നെയും കുടംപുളി ഇടണ്ട, അപ്പോൾ പിന്നെ കറിക്ക് ഒരുപാട് പുളി കൂടിപ്പോവും. അത് നോക്കിയിട്ട് നിങ്ങൾ ചേർക്കുക. നമ്മുടെ മീൻകറി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇത് ഇത്രയും മതി, കാരണം മീൻ ഇച്ചിരി വെള്ളം ഇങ്ങനെ ഒന്നും മതി, കാരണം ഇത് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതൊന്ന് കുറുകും. ഒത്തിരി നമ്മൾ കുറുക്കി കഴിഞ്ഞാൽ പിന്നെ കറി നമ്മൾ എടുക്കാൻ നേരത്ത് ഒരുപാട് അങ്ങ് കുറുകിയിരിക്കും. ഇത് ഇരുന്ന് കഴിയുമ്പോൾ കുറച്ചും കൂടി കുറുകും. ഇപ്പോൾ ഈ ഒരു പരുവം മതി. ഇപ്പം ഉപ്പുണ്ട്, അത്യാവശ്യം പുളിയൊക്കെ ഉണ്ട്. ഒരു 10 മിനിറ്റ് ആയതേ ഉള്ളൂ. ഞാൻ ഇപ്പം മീനിട്ട് ഒരു 10 മിനിറ്റിന് ശേഷം ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി നമുക്ക് കടുക് താളിക്കാം. കടുക് താളിക്കണം നിർബന്ധമില്ല, ഇഷ്ടമുള്ളവർ ചെയ്യാം. പക്ഷെ കടുക് താളിക്കുമ്പോൾ കുറച്ചും കൂടി കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോഴും നമ്മുടെ കറി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്തിട്ടും കറി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. 1.5 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. 1 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് കറിവേപ്പിലയും ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. ഞാൻ 3 വറ്റൽമുളക് ചേർത്തിട്ടുണ്ട്. ചുവന്നുള്ളി ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് ചുവന്നുള്ളി നല്ലൊരു ബ്രൗൺ കളർ ആകണം. ചുവന്നുള്ളി മൂത്തിട്ടുണ്ട്. ഞാൻ ഇതിലോട്ട് ഇടുവാണ്. ഇനി 5 മിനിറ്റിന് ശേഷം മാത്രം നിങ്ങൾ ഇത് കൂട്ടി യോജിപ്പിച്ചാൽ മതി. അപ്പോഴായിരിക്കും ഇതിലേക്ക് ഈ വെളിച്ചെണ്ണ ഇറങ്ങി കറിക്ക് വളരെ നല്ല ടേസ്റ്റ്. മീൻകറി കടുക് താളിച്ചിട്ട് ഒരു 5 മിനിറ്റായി. ഞാനിതിപ്പം ഇത് കൂട്ടി അങ്ങ് ഇളക്കാൻ പോവാണ്. കണ്ട ഈ പരുവം. അപ്പോൾ അതെ അത്യാവശ്യം നല്ല കുറുക്കമുണ്ട്, നല്ല ഗ്രേവി ഉണ്ട്. കറിക്ക് ഇച്ചിരി ഒരു ഗ്രേവി തോന്നുന്ന സമയത്ത് നിങ്ങൾ ഓഫ് ചെയ്താൽ മതി. ഒത്തിരി കുറുകാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഇരുന്ന് കുറുകും. അപ്പം ഈ തേങ്ങ അരച്ച മാങ്ങ ഇട്ട മീൻകറി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടാൻ നിങ്ങൾ മറക്കരുത്. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ ഞാൻ തീർച്ചയായിട്ടും മറുപടി പറയുന്നതായിരിക്കും. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ഡോണ കിച്ചണിൽ നല്ല റെസിപ്പിയായി വരുന്നത് വരെ നന്ദി, നമസ്കാരം. താങ്ക് യു.